വെൽക്കം ബാക്ക് മോട്ടോ ക്ലബ്. അപ്പൊ നമ്മൾ ഇന്നൊരു ടൈപ്പ് ഫുൾ വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കിയേക്കാം. റെഡ് കളറിൽ വരുന്ന ഒരു ടൈപ്പ് 3 സ്വിഫ്റ്റ് ആണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ 12 കളറിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു അടിപൊളി സ്റ്റൈലിഷ് DRൽ വരുന്ന സ്പോർട്സ് കിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് കിറ്റിന്റെ കളർ നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടു നോക്കി. ഇവിടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ DRലുള്ള സ്പോർട്സ് കിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഇഞ്ചിന്റെ ട്രൈ കളർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. IPSന്റെ ഫോഗ് ലാമ്പാണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ പസിലിന് നമ്മൾ ബ്ലാക്ക് കളറാണ്, ക്ലോസി ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതെ, പിന്നെ ഫ്രണ്ട് ഗ്രില്ലും ക്ലോസി ബ്ലാക്ക് കളറാണ്. പിന്നെ അതുപോലെ നമ്മൾ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അടിയന്റെ ലൈറ്റിലുള്ള അടിപൊളി ടൈപ്പ് നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണികോപ്പ് ടൈപ്പിൽ വരുന്ന ടൈപ്പ് ഗിഫ്റ്റിന്റെ ആഫ്റ്റർ മാർക്ക് ഹെഡ്ലാമ്പ് ചേർത്തിട്ടുണ്ട്. അതിൽ തന്നെ DRൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പുമാണ് വരുന്നത്. അതിൽ നമ്മൾ 200 വാട്ട്സിന്റെ കോൺഫ്ലെക്സിന്റെ ഹെഡ്ലൈറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ, വൈറ്റ് കളറിലുള്ള ഹെഡ്ലൈറ്റ് മാറ്റി കൊടുക്കും. സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചിന്റെ BBSന്റെ ഒരു അലോയ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഒരു ടയറും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ബ്ലാക്ക് കളറിലുള്ള ബാറ്റ്മാൻ മിറർ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഈ ബാറ്റ്മാൻ മിറർ കിറ്റും കൂടെ ആവുമ്പോൾ ഫീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയി മാറുന്നത്. പിന്നെ നിങ്ങൾ നിറകോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി കിറ്റിൽ വരുന്ന സ്കേർട്ടിംഗ് ഉള്ളത് അത് സ്റ്റൈലിഷ് തന്നെയാണ്. സ്കേർട്ട് ലെവൽ തന്നെ മാറ്റി കളക്കുന്ന സാധനം. ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ബെൻസ് ടൈപ്പില് സ്മോക്ക് ആൻഡ് റെഡ് വരുന്ന ഒരു സ്കാനിങ് ടൈപ്പ് അടിപൊളി ആഫ്റ്റർ മാർക്കറ്റ് ടൈലിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്കാനിങ് ടൈപ്പ് ആണെന്ന് കണ്ടോക്കി അടിപൊളി ബ്യൂട്ടിഫുൾ ആണ് സാധനം. നല്ല ലുക്ക് വരുന്നതാണ് വണ്ടിക്ക്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്തിട്ടുള്ളത് നമ്മള് സ്പോർട്സ് കിറ്റ് ചെയ്തിട്ടുള്ള ബബ്ബർ. അപ്പോൾ ബോഡി കളർ തന്നെയാണ് ബബ്ബറിന്റെ മുകൾ ഭാഗം ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ളത്. റെഡ് ഗ്ലോസി റെഡിലാണ് ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴ്ഭാഗം നമ്മൾ സാധാരണ കാർബൺ ഫൈബറിലോ അല്ലാന്നുണ്ടെങ്കിൽ മാറ്റ് ബ്ലാക്കിലോ ആണ് വരാറ്. നമ്മൾ ഇത് ബോഡിക്ക് ഒന്നുകൂടി മാച്ച് ചെയ്യുന്ന രീതിയിൽ ബോഡിയുടെ ഡുവൽട്ടോൺ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, റിവേഴ്സ് ബമ്പർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ജംബോ സ്പോയിലറാണ് ചെയ്തിട്ടുള്ളത്. ജംബോ സ്പോയിലർ ചെയ്യാൻ കാരണം വണ്ടി ഒന്നുകൂടി ബൾജായി തോന്നാനോ എടുത്ത് കാണിക്കാൻ വേണ്ടി അട്രാക്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജംബോ സ്പോയിലർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഷാർപ്പിംഗ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഷാർപ്പിംഗ് ഹാൻഡിൽ ഒന്നുകൂടി വണ്ടിയെ ബ്യൂട്ടിഫുൾ ആക്കുന്നതാണ്. ടോട്ടലി ബാറ്റ്മാൻ കിറ്റിൽ വരുന്ന സാധനമാണ്. ഈ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ GFXന്റെ ഒരു 5D മാറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ടൈം വാറന്റി വരുന്ന സാധനം കേട്ടോ. അടിപൊളി പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിനാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന്റെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പ് വരുന്ന ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 10.5 ഇഞ്ചിന്റെ ഒരു ഡുവൽ നോബ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ നല്ല സൗണ്ട് കോസ്റ്റ്, നല്ല സൗണ്ട് എഫക്റ്റീവ് ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു 22 മോഡ്സോളം വരുന്ന ഒരു കോൺഫ്ലെക്സിന്റെ ആംബിയൻസ് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡാഷിലും അതുപോലെ തന്നെ 4 ഡോറുകളിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 22ഓളം മോഡുകൾ ഇതിൽ വരുന്നുണ്ട്. അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഫുള്ളി ആപ്പ് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, AC നോബ് നമ്മൾ ബെൻസ് ടൈപ്പിലുള്ള AC നോബ് കൊടുത്തിട്ടുണ്ട്. C ക്ലാസ് ബെൻസിനൊക്കെ വരുന്ന AC നോബാണ് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ആംബിയൻ ലൈറ്റും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ത്യയിൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആംബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു സിമ്പിൾ ആയിട്ടുള്ള ആംബ്രസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും റെഡ് സ്റ്റിച്ച് തന്നെയാണ്. സീറ്റ് കവറിന് സെറ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് റെഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ടോട്ടൽ നമ്മൾ ഓൾ ഓവർ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്തോളൂ, മോട്ടോ ക്ലബിനെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ കൊറിയർ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ പാർട്സും നമ്മൾ കൊറിയർ അയച്ചു തരുന്നു. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് കേട്ടോ.